വേദങ്ങളും പുരാണങ്ങളും ആയുർവേദങ്ങളും പഠിച്ച് അതിൽ അഗാധമായ പാണ്ഡിത്യം നേടി ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കഠിനമായ രീതിയിൽ തന്നെ അഭ്യസിച്ച് സംസ്കൃതവും മലയാളവും അതുപോലെ തന്നെ തമിഴും കലർന്ന ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുത്ത് അത് ഒരു പ്രത്യേക രീതിയിൽ ചില പാവകളെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു അമൂല്യമായ ഒരു കലാരൂപം ഉണ്ട്. അത് ക്ഷേത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആദരവും ബഹുമാനവും ലഭിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഈ കലാകാരന്മാരുടെ നേതാക്കന്മാർക്ക്. കാരണം അന്നത്തെ ബ്രാഹ്മണർക്കുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ അറിവ്, അവരെക്കാളും കൂടുതൽ പാണ്ഡിത്യം, അവരെക്കാളും കൂടുതൽ കലാമൂല്യം ഉള്ള ഒരു കൂട്ടം കലാകാരന്മാരെയാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിത് വായിച്ച് വന്ന സമയത്താണ് ഇത്രയും അമൂല്യമായ ഇത്രയും ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപം അത് നമ്മൾ അറിയാതെ പോകുന്നത് വളരെയധികം നമുക്ക് ലജ്ജാകരമാണ്. അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, കടുത്ത ജാതീയ ചിന്തകൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ കാണാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റ് എടുക്കുക, പുതിയ തലമുറകൾക്കൊക്കെ പഠിപ്പിക്കാൻ. ഞാൻ പൊതുവെ ഈ ജേർണലിസത്തിലൊക്കെ കലാരൂപങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇതിനെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവര് അത് സ്കിപ്പ് ചെയ്ത് പോവുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം. പറയാൻ മറന്നുപോയി, നമസ്കാരം. എൻട്രാക്കൾട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇതിന് വളരെയധികം പഴക്കമുണ്ട് ഞാൻ ഈ പറയുന്ന കലാരൂപം. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ വല്ലപ്പോഴും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇതൊന്നും കാണാനേ ആളുകൾ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ എറ, അതായത് 300 ഏകദേശം നമ്മൾ 3-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്ന ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത്. രണ്ടു തരത്തിലുണ്ട്, മരപ്പാവക്കൂത്തും തോൽപ്പാവക്കൂത്തും. മരങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് മരപ്പാവ. തോൽപ്പാവ എന്ന് പറയുന്നത് തോല്, അതായത് ലെതർ ഉപയോഗിച്ചുകൊണ്ടുള്ള പാവ, അവയെ വെച്ച് അവതരിപ്പിക്കുന്നതാണ് തോൽപ്പാവക്കൂത്ത്. ഈ തോൽപ്പാവക്കൂത്തിന്റെ പിന്നിലുള്ളത് കമ്പർ രാമായണം, അതായത് രാമായണം വാൽമീകി എഴുതിയ രാമായണമുണ്ട്, കമ്പർ രാമായണമുണ്ട്. അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ദാരികാവധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന്റെ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ദുർഗാദേവി, അതായത് ഭദ്രകാളിക്ക് ഈ രാവണനെ കൊല്ലുമ്പോ അല്ലെങ്കിൽ രാവണനെ കൊല്ലുന്ന ആ സമയത്ത് അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. ഇത് എങ്ങനെയാണ് രാവണനെ വധിച്ചത് എന്നത് ഒരു കലാരൂപമായി ഒരു നാടകത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു കമ്പർ രാമായണം എന്ന് പറയുന്നത് ഒരു ദിവസം, അതായത് ഒരു ദിവസം 9 മണിക്കൂർ വെച്ച് 21 ദിവസം കൊണ്ട് മാത്രമേ കമ്പർ രാമായണം പൂർണ്ണമാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു കൂത്തുമാടം ഉണ്ടാക്കും. ഈ കൂത്തുമാടം നിങ്ങൾക്ക് ക്ഷേത്രത്തിലൊക്കെ പോയാൽ കാണാൻ കുറച്ച് ഉയരത്തിൽ ഉള്ള ഒരു ഇതാണ് കൂത്തുമാടം എന്ന് പറയുന്നത്. 42 അടിയോളം നീളമുള്ള ഒരു ഉയർന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജിന്റെ പുറകിലായിട്ട്, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം ഞാൻ എന്റെ ഇൻട്രോ പറയാണ്, അത് കേട്ടതിന് ശേഷം നിങ്ങൾ അത് കാണുക. അതിൽ 21 വിളക്കുകൾ വെക്കും അതിന്റെ പുറകിലായിട്ട്. അപ്പൊ അതിന് വിളക്കുമാടം എന്നാണ് പറയുക. ബാക്കിയെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ മരപ്പാവക്കൂത്തിനെ വിളിക്കുന്ന പേര് ബൊമ്മലാട്ടം എന്നാണ്. അപ്പൊ ഈ ഷാഡോ പ്ലേ എന്നൊക്കെയാണ് പറയുന്നത്, നിഴലാണ് ഇതിൽ കാണിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോ ഈ ഇപ്പോഴത്തെ കലാകാരന്മാരെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും പാണ്ഡിത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇവർക്ക് പ്രത്യേക ആദരവൊക്കെ കിട്ടിയിരുന്നു. അതായത് ക്ഷേത്രങ്ങളിലെ ഇവരെ ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ കഥ കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ആളുകൾ ഒരുപാട് വന്നിരുന്നു. അപ്പൊ അന്നത്തെ നാടകത്തിന്റെ പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് ഇത്. അതുപോലെ തന്നെ ഇതില് ഈ ഇന്നത്തെ ഈ കാലത്ത് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ലിജൻഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇത് വളരെയധികം അഭ്യസിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് പത്മശ്രീ KK രാമചന്ദ്ര പുലവർ. അദ്ദേഹം ആ സ്ഥലത്ത് പോയി അവരൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ട് അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത് അവതരിപ്പിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു 3000-ഓളം ശ്ലോകം പഠിച്ച്, ആ 3000-ഓളം ശ്ലോകമാണ്
ഇവര് അവതരിപ്പിക്കുന്നത്. ഹൃദ്യസ്ഥമാക്കണം. അത് അതിനൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് ചെണ്ടയും മദ്ദളവും ഏഴുപറ ഇലത്താളം അതുപോലെ തന്നെ ഈ ചെറുകുഴല് ഇങ്ങനെയുള്ള ശംഖ് ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു ആ കാലത്ത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഹിന്ദുവില് ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അതായത് 2009 നവംബർ 14 അത് പ്രസിദ്ധീകരിച്ചു. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വിവരങ്ങളാണ് ഞാൻ ഇതിൽ പങ്കുവെക്കുന്നത്. ഇവര് ചോളന്മാര് അല്ലെങ്കിൽ ചോള പാണ്ഡ്യന്മാരുടെ ആ കാലത്തുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത്. ഏകദേശം 280 മുതൽക്ക് 300ഓളം 150 മുതൽക്ക് 200ഓളം പാവകൾ വേണം ഒരു കമ്പർ രാമായണം അവതരിപ്പിക്കണമെങ്കിൽ. വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ തോലില് ഇത് കൊത്തിയെടുക്കുന്നത്. ഏകദേശം ഒരു കൂത്തരൂപം ഒരു കമ്പർ രാമായണം ശരിക്കും അവതരിപ്പിക്കണമെങ്കിൽ 1-2 ആൾ പോരാ, 40ഓളം കലാകാരന്മാർ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവര് കേളികൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കളരിച്ചിന്തെന്ന് പറയും, അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. കൂത്ത് അവതരിപ്പിക്കുമ്പോൾ ഒന്നുകിൽ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം അല്ലെങ്കിൽ 71 ദിവസം ഇങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ഒരു പ്രത്യേകതരം നല്ലൊരു കലാരൂപമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അദ്ദേഹം പറയുന്നതും അവിടെ കാണിക്കുന്ന കാഴ്ചകളും ഞാൻ പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എടുക്കുക ദയവ് ചെയ്തിട്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണുക, എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. കാരണം പുതുതായി ഒരു അറിവ് കിട്ടണമല്ലോ. എല്ലാ ജാതിയിലുള്ള ആളുകളെ കുറിച്ചും അവരുടെ കലാരൂപങ്ങളെ കുറിച്ചും അവരുടെ കഴിവിനെ കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണം. അതാണ് മലയാളികളായ നമ്മൾ വേണ്ടത്. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം കൂടി ഇതിലൂടെ ഉൾപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻട്രാ കൾട്ട് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്നാണ്. അതിലെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്, ഇതില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ കണ്ടു നോക്കൂ. തോൽപ്പാവക്കളിക്ക് പത്മശ്രീ ലഭിച്ച ഒരു കലാകാരന്റെ വീട് മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. ഇത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനും കുളപ്പള്ളിക്കും ഇടയ്ക്കുള്ള കൂനത്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ മ്യൂസിയത്തെ കുറിച്ചും തോൽപ്പാവക്കളിയെ കുറിച്ചും ഈ കലാകാരന് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നിർമ്മാണത്തെ കുറിച്ച് ആദ്യം പറയും. പാവ നിർമ്മാണം തോലിലാണ് ഇത് ചെയ്യുന്നത്. അത് പച്ചത്തോല് വലിച്ചടിച്ച ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അതിലുള്ളതായ രോമങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എന്ന ശേഷം ഈ പാവ വെക്കേണ്ടതായ ഇതിൻ്റെതായ രൂപം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ വരയ്ക്കും. തോലിൽ വരച്ച ശേഷം ആണ് ഇത് ഉളി കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ഉളികളും അതിന്റെ ഇതൊക്കെ ഇതിലുണ്ട്. ഇന്ന തോല് പണ്ട് കാലത്ത് മാൻതോലിലായിരുന്നു ഇത് പൂർണ്ണമായും ചെയ്തിരുന്നത്. ഇപ്പോ നമ്മള് ഏകദേശം ആടിന്റെ തോല്, കാളത്തോല് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പണ്ട് കാലത്ത് മാൻതോലിൽ മാത്രമാണ് പാവ ഉണ്ടാക്കിയിരുന്നത്. മാൻ വിശിഷ്ട മൃഗമാണെന്നുള്ളത് കൊണ്ടും മാന്റെ തോലിലാണിത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നത്. ഇത് പാവകളെ കളിപ്പിക്കാൻ. പാവകള് 4 തരം പാവകളുണ്ട്. നിൽക്കുന്ന പാവ, ഇരിക്കുന്ന പാവ, നടക്കുന്ന പാവ, യുദ്ധപ്പാവ എന്നുള്ളതൊക്കെ തരത്തിലുള്ള പാവട. ആ പാവകളെ ചലിപ്പിക്കാനുള്ള കോലുകളാണിത്. മാൻ ആണ് വെച്ചാലും കളിക്കാൻ വേണ്ടിയിട്ടും ആ കൈകളുടെ സംഭാഷണ സമയത്ത് അതിൽ ഇട്ട് കാണിക്കുന്നതാണ് കോലുകൾ. അതായത് ഇതിന്റെയൊക്കെ ഈ മൊമെന്റ് ആണ് വരിക. ചിലതിൽ സ്ഥിരമായിട്ടുള്ളതിന് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കും കാണിക്കാൻ എളുപ്പത്തിനും നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ആധുനീകരിച്ച് വരുമ്പോ ഷേഡോ കുറച്ചും കൂടി കുറയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഈ കമ്പിയൊക്കെ ആയിട്ട് ചെയ്യും. പണ്ട് കാലത്തുള്ളതിൽ മുഴുവൻ നമ്മൾ ഈ കോലുകൊണ്ടുള്ള പാവകളാണ് ഉണ്ടാവുക. ഇപ്പോ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇതുമായിട്ട് ചെയ്യണമെന്ന് മാത്രം. പാവക്ക കൂത്തിനെ കുറിച്ച് ഐതിഹ്യം പറഞ്ഞ പണ്ട് രാമരാവണ യുദ്ധം നടന്നതും ദേവി ദാരികനെ നിഗ്രഹിച്ചതും ഒരു സമയത്താണ്. അതുകൊണ്ട് ദേവിക്ക് ഈ രാമരാവണ യുദ്ധത്തെ കുറിച്ചാണ് നാട് മുഴുവനും ആളുകൾ പറയുന്നത്. ധർമ്മത്തിന്റെ രക്ഷയാണല്ലോ. ധർമ്മരക്ഷയ്ക്കായിട്ട് ശ്രീരാമൻ അവതരിച്ച് രാവണനെ നിഗ്രഹിച്ച ചരിത്രമാണ് എല്ലാം കേൾക്കുന്നത്. അപ്പൊ ദേവി ഇത് കേട്ട് ഈ യുദ്ധത്തെ കുറിച്ച് പരമേശ്വരനോട്, എന്താ ഞാൻ ചെയ്തത് യുദ്ധം, ദാരികവധം നടത്തിയ വലിയൊരു യുദ്ധമല്ലേ എന്ന് പരമേശ്വരനോട് പോയി പറയുകയാണ്. അപ്പൊ ഈ രാമരാവണ യുദ്ധം എന്താണ് എന്ന് ദേവി ചോദിക്കുകയാണ്. അപ്പോ പരമശിവൻ തന്റെ പുത്രിക്കായിട്ട് പറഞ്ഞു, നിനക്ക് നിഴൽ നാടക രൂപത്തില്
നീ വസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കാണാനുള്ള അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പറഞ്ഞത് പ്രകാരം വന്ന് വസിക്കുകയാണ്. ആ സ്ഥലത്താണ് നമ്മുടെ ഇത് പാവക്കൂത്തായിട്ട് അരങ്ങേറി വന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐതിഹ്യം അങ്ങനെയാണ് പറഞ്ഞത്. രാമരാവണ യുദ്ധം ഉണ്ടായതും ദേവി ദാരിക നിഗ്രഹം നടത്തിയതും ഒരു സമയത്താണ്. ദേവിക്ക് ഇത് കാണാനായിട്ട്. അപ്പൊ പിന്നെ അത് ആ രൂപത്തിൽ ഇത് സത്യത്തിൻ്റെതായതും ത്യാഗം ധർമ്മത്തിന്റെയൊക്കെ മൂർത്തി ഭാവമാണല്ലോ ശ്രീരാമസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം നാട് മുഴുവൻ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടും തന്റെ നാട്ടിലുള്ള ആളുകൾക്ക് അത് കേട്ട് സന്തോഷം ആവാൻ വേണ്ടിയും നമ്മൾ നടത്തുന്നു. ഇപ്പൊ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് നടന്നു വരുന്നത്. മറ്റു ജില്ലകളിലൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പോയിട്ട് അങ്ങ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന സമയം അനുസരിച്ച് 1 മണിക്കൂറിലൊന്നും ഇപ്പൊ കൂടുതൽ ആളുകൾ ഇരിക്കാൻ നിൽക്കില്ല. അതിന്റെ ഉള്ളിലുള്ള പരിപാടികളായിട്ട് വേറുള്ള എല്ലാ ഭാഗത്തും ഇപ്പോ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും ഗ്രൂപ്പിൽ നമ്മൾ 10-20 പേരിലധികം ഉണ്ട് ഇപ്പോ. കുട്ടികളും ഓരോരുത്തർ ജോലിക്ക് പോകുന്നവരുണ്ട്. അവരുടെ സമയം മാറ്റത്തിനനുസരിച്ച് അവരും പങ്കെടുക്കും. അപ്പോ ഇവരിപ്പോ രാമേന്ദ്രപുലൂരാണ് ഇത് ഇതിന്റെ ആചാര്യനായിട്ട് മകന കൃഷ്ണകുട്ടിപ്പുലൂര് ഇവര് രാമേന്ദ്രപുലൂരിന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇതിപ്പോ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പുഷ്പരാജ്. ഇവിടെ ഞാൻ കൃഷ്ണകുട്ടിപ്പുലൂര് ശിഷ്യനാണ്. അങ്ങനെ തന്നെ ചെറുപ്പം മുതലേ ഇവരുടെ കൂടെ അഭ്യസിച്ച് വരുന്നതാണ്. ഐഡിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾക്ക് വരുന്ന ആൾക്ക് ഇത് കാണാനും പെട്ടെന്ന് ഇപ്പൊ ശരീരം വരികയാണെങ്കിൽ നമ്മളത് കാണാനുള്ള ഒരു അവസരം വേണ്ടേ. അപ്പൊ അതിനു വേണ്ടി നമ്മളത് ഒരു ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തിരശീലയുടെ പുറകിലാണ് ഒരു തിരശീല മുന്നിലുണ്ടാവും. അതിന്റെ പിന്നില് വിളക്ക് വെച്ചിട്ട് വിളക്കിന്റെ പിറകിലാണ് വിളക്കിന്റെ മുന്നിലും നമ്മൾ പിറകിലായിട്ടാണ് കാണുക. നേളാണ് ഇതിന്റെ കാണുന്നതായ എണ്ണ ഒഴിച്ചു കത്തിക്കലാണ് അമ്പലങ്ങളിലെ സമ്പ്രദായം. ഇത് ആ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തി വന്നിരിക്കുന്നത്. അതൊക്കെ രാമേന്ദ്രപുലൂർക്ക് ഓരോ ഭാഗങ്ങളിൽ നിന്നും കിട്ടിയതായ ഇതാണ്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇത് ഈ കലകളൊക്കെ ഒന്ന് പരിപോഷിക്കേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. അതെ. ഗവൺമെന്റിന്റെ സഹായം ഗവൺമെന്റ് അവർക്ക് ഓരോ പരിമിതികളുണ്ടല്ലോ, അതിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ളിൽ നിന്നുകൊണ്ട് ഉള്ളതാണല്ലോ നമുക്ക് നടക്കുള്ളൂ. ഇദ്ദേഹമാണല്ലേ? ഇദ്ദേഹമാണ് പത്മശ്രീ രാമേന്ദ്രപുലൂർ. പുരസ്കാരങ്ങളൊക്കെ ഈ തമിഴ്നാട്ടില് പാവകളി അതും വല്ല വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിലുള്ളതായ പാവകളികളൊക്കെ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മളെപ്പോലെ നിഴലല്ല. അത് നേരിട്ട് വന്നവർ കളിപ്പിക്കുന്നതും അതിന് നിഴലാണെങ്കിലും അതൊരു നമ്മളെപ്പോലെ അനുഷ്ഠാനമായിട്ട് ആചാരമായിട്ടോ നടത്തപ്പെടുന്നതല്ല. അവരൊരു പ്രത്യേക രീതിയിൽ ഓരോ സ്ഥലത്ത് അവർക്ക് നടത്താം, അല്ലെങ്കിൽ വേണ്ട. നമുക്ക് അങ്ങനെയല്ല. പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിൽ സ്ഥിരമായ കൂത്തുമാടങ്ങളില് അത് പല അമ്പലങ്ങളിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മുടെ പാവക്കൂത്ത് അങ്ങനെ അരങ്ങേറി നടക്കും. ഇപ്പൊ ഗുരുവായൂർ കൃഷ്ണാട്ടങ്കൽ നടക്കുന്നത് അമ്പലത്തിലെ ചടങ്ങെല്ലാം അവസാനിച്ച ശേഷമാണ്. അതുപോലെ തന്നെ ആണ് ഈ പാവക്കൂത്തും. ക്ഷേത്രത്തിന് മുന്നേ കാലങ്ങളിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. ഓരോ ഇതനുസരിച്ച് കുറഞ്ഞും ആണെങ്കിലും സംഗതി സ്ഥിരമായി നടന്നു പോകും. 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 1 മണിക്കൂറല്ല, അമ്പലങ്ങളിലൊക്കെ 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടിയില്. എല്ലാവരും പോയി കഴിഞ്ഞ് രാത്രി ഉറക്കത്തില് ആ സമയത്താവും തുടങ്ങുള്ളൂ. കഥ ഈ ഒരു കഥ മാത്രമാണോ അമ്പലങ്ങളിൽ അവതരിപ്പിക്കുന്നത്? രാമരാവണ യുദ്ധത്തിൻ്റെതായ കഥയാണ്. ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ്, ജനനം മുതൽ പട്ടാഭിഷേകം വരെയാണ്. ഇപ്പൊ വേറുള്ള കഥകളും മഹാബലി, അയ്യപ്പ ചരിതം, ഗാന്ധിയുടെ ചരിത്രം ഇതെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. കഥകളൊക്കെ അവതരിപ്പിച്ചും വരുന്നുണ്ട്. അങ്ങനെ അതെടുത്തിട്ട് അതും ചെയ്യുന്നുണ്ട്. രീതിയില് ഏത് കഥയാണോ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ ആ കഥേനെ അവതരിപ്പിച്ച് ചെയ്യും. അതുണ്ട് സ്ട്രിങ്. അത് നമ്മുടേത് അല്ലെങ്കിലും അതും നമ്മള് കാണിച്ചു തരാനൊക്കെ പറ്റും. നമ്മുടെ നൂലല്ല,
നമ്മുടെ വന്നിട്ട് നമ്മള് കോലുകൊണ്ട് ചലിപ്പിക്കുന്ന രീതിയാണ് നമുക്ക്. കണ്ടിട്ടുണ്ട് ഞാൻ ആ കഥ. പക്ഷെ ഇതിന്റെ കഥ അറിയണം തോന്നുന്നില്ല. നല്ല കഥ നമുക്ക് രാമായണമാണ് ബേസ്. ഇന്നിപ്പോ എല്ലാ രാമായണത്തിൻ്റെതായ ജനനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് നമുക്ക്. മലയാളം തമിഴും കലർന്ന് അത് കമ്പരാമായണം ആയതുകൊണ്ട് തമിഴ് മലയാളം സംസ്കൃതം എന്നുള്ളതായ ഭാഷകൾ മൂന്നും കൂടി ചിട്ടപ്പെടുത്തിയ രീതിയാണ് ഇത് നമുക്കുള്ളത്. ആടൽപ്പറ്റ് എന്ന് പറയുന്നത് ആ രീതിയാണ്. കമ്പരാമായണത്തിലെ ആടൽപ്പറ്റ് ആണ് നമ്മുടെ രീതി. ഇതിന്റെ ഇതിവൃത്തം വിരുത്തം വൃത്തത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ വരുന്നതായ പരിപാടിയുടേതായ ഒരു സ്റ്റേജ്, തിരശീല. ഇതിന്റെ പിന്നിലാണ് നമ്മൾ നിന്ന് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഈ തിരശീല അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സ്റ്റേജ് ഉണ്ട്. അതിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന രീതിയിൽ അത് ചിട്ടപ്പെടുത്തി ചെയ്യുന്ന അതിനുള്ള സമ്പ്രദായമാണത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ വെൽക്കം. ഇതിന്റെ മുകൾ വശത്തായിട്ടേ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ടാണ് കയറി പോകുന്നത്. ചെരുപ്പിടാൻ പാടുണ്ടോ? വേണ്ട അല്ലേ? ശരി. ഇവിടെ പ്രസന്റേഷൻ ഈ പെയിന്റിങ്ങുകളൊക്കെ ഇവിടെ വരച്ചതാണോ? ശരി. നല്ല നല്ല പെയിന്റിങ്ങാണല്ലോ. ഇതേ രൂപത്തിൽ തന്നെയാവും പാവ കൊത്തിയെടുക്കുന്നത് അല്ലെ? അതേ രൂപത്തിലാണ് പാവ കൊത്തിയെടുക്കുന്നത്. ഇതാണ്. ഇതിനിങ്ങനെ പറയുമ്പോ നമ്മളനുസരിച്ച് അത് നമ്മള് ഈ രംഗത്തിന് ഇപ്പൊ എന്താ പറയാ? ഇത് ശ്രീരാമന്റെ മുന്നില് അതായത് മാനു ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അത് ശരി. മാരീചൻ മാനായിട്ട് ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. അത് ശരി. അപ്പൊ ഇത് ശ്രീരാമൻ, അത് മാരീചൻ. മാനിനെ കണ്ടിട്ട് ദേവി പറയും തീരാൽ. ഈ മാനിനെ കണ്ടിട്ട് സീതാദേവി ശ്രീരാമസ്വാമിയോട് പറയാണ്, അതോ പാരായി കണവ ഒരു കനകമൃഗമല്ലയോ കളിച്ചു വിളയാട് വെറുതെ. ഇത് അടിയാൾക്ക് കളി വിളയാട്ട് ചെയ്യത്തക്കതാകെ കൊണ്ട് മാനെ പിടിച്ചു തരവേണമേ കണവ. അത് ശരി. ആ ഭാഗമാണ് വളരെ മനോഹരമാണ് ഗാനങ്ങളൊക്കെ. ആ കമ്പരാമായണം അങ്ങനെ എടുത്തിരിക്കുകയാണ്. കമ്പരാമായണം അങ്ങനെ. ഇതിന്റെ ഈ തോൽപ്പാവക്കൂത്തിന്റെ ഉപജ്ഞാതാവ് കമ്പരാണ്. ഇതിന്റെ കാവ്യ രചയിതാവ് എന്നാണ് പറയുന്നത്. കമ്പരും ഒട്ടക്കൂത്തനും എന്നുള്ളതായ രണ്ടു പേര് ഉണ്ടായിരുന്നു എന്നുള്ളത് രാജസദസ്സിൽ ഇത് അവതരിപ്പിക്കേണ്ടി വന്ന സമയത്ത് കമ്പര് കവിയാണെന്ന് ആളുകളൊക്കെ പറയും, ഒട്ടക്കൂത്തൻ അത് അല്ലാന്ന് വാദിച്ചു വരികയാണ് ചേര ചോള രാജാക്കന്മാരുടെ സദസ്സിൽ. ആ സദസ്സിൽ വെച്ചിട്ടുള്ള വാദത്തില് അപ്പോ കമ്പര് കവിയാണെങ്കിൽ ഇത് ഇത്ര ദിവസത്തിന്റെ ഉള്ളില് രാമായണ ചരിത്രം എഴുതി കേൾപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോ അങ്ങനെ വന്ന സമയത്ത് ഒട്ടക്കൂത്തന്റെ ഈ കവിത മുഴുവൻ എഴുതി ആയിട്ടും കമ്പന്റെ കവിത ഒന്നും ആയിട്ടില്ല. അപ്പോ ദേവീനെ ഉപാസിച്ച് കമ്പര് ഒരു വനത്തില് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൽ ദേവീനെ ആരാധിച്ച് അങ്ങനെ കിടന്നു. രാത്രി ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല, ഇനി എന്തേ ചെയ്യാ പറഞ്ഞ് ദേവീനെ ആരാധിച്ച് അങ്ങനെ കിടന്ന സമയത്ത് അപ്പൊ പൊഴുതു മുടിഞ്ചതേ അമ്പ പറഞ്ഞിട്ടാണ് ഇത്ര കമ്പര് നീച്ചത്. അപ്പൊ എഴുതി മുടിഞ്ചതേ കമ്പ പറഞ്ഞിട്ട് ദേവി സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അത് നല്ലൊരു വിവരട്ടോ. അതാണ് കമ്പരാമായണം എന്നുള്ള പേരില് അറിയപ്പെടുന്നതിന്റെ വേറൊരു കാരണം കൂടി. ഇത് നോക്കിയിട്ടൊരു
മതിയല്ലോ. ഓ ഓഫീസുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ കഥകൾ നമ്മൾ ആ ആ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാം ചെയ്യും. ആ നമ്മളിപ്പോ ഏത് ആളുകൾക്കാണ് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിരുചിക്കനുസരിച്ച് ആ രീതിക്കനുസരിച്ച് കഥകള് സന്ദർഭം ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഈ തോൽപ്പാവക്കൂത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഏത് കഥയെ കുറിച്ചുകൂടി വേണമെങ്കിൽ പ്രതിപാദിക്കാനുള്ളതായ സന്ദർഭവും സമയവും ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വിദൂഷകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് രാവണ സദസ്സിലൊക്കെ. അദ്ദേഹത്തിന് ഈ നാട്ടിൽ നടക്കുന്നതായ വിഷയങ്ങളെ കുറിച്ചിട്ടും രാജാവിനെ കുറിച്ചിട്ടും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും എല്ലാം പരാമർശിക്കാനുള്ള വേദി ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇതാണുള്ള ഒരു പ്രത്യേക ഒരു രീതി ഉണ്ടായിരുന്നത്. നമുക്ക് അമ്പലങ്ങളിൽ ഇത് അവതരിപ്പിക്കുക പറഞ്ഞാൽ ഏത് കലാരൂപത്തിനകത്തും കലാകാരന് ഇത് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. ഇന്നൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് ഇതിനെ ആ രീതിയിൽ അവതരിപ്പിച്ചിരുന്നതും വിദൂഷകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് രാവണ സദസ്സിൽ. അദ്ദേഹമാണ് ഇതെല്ലാം അവതരിപ്പിച്ച് നാട്ടിൽ നടക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചിട്ടും എല്ലാം പറയുക. ഇതാണ് നമ്മൾ അവതരിപ്പിക്കുന്നതായ ലൈറ്റില്ല. ഓ ഇതാണ് സെറ്റപ്പ്. ഇതിന് വിളക്കില് എണ്ണ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ രീതി കോലോട്ട് നമ്മൾ ചെയ്യുന്നു പറയും. ഇത് ഒരു മിനിറ്റ് അപ്പുറത്ത് നോക്കട്ടെ. അപ്പുറത്ത് ഈ ആക്കണേക്ക് ആ ലൈറ്റ് ഓഫ് ആക്കണം, എന്നാലേ കിട്ടുള്ളൂ അല്ലേ? ആ ഇവിടുന്ന് ഓപ്പറേഷന്റെ ഒരു ഭാഗം കാണിച്ചിട്ട് അത് ശരി. ആ ബാക്ക്ഗ്രൗണ്ടില് പാട്ടും കൂടി വന്നാൽ ക്ലിയർ ആയി. ഈ രീതിയിൽ ആണ് നമ്മൾ പാവ കഴുകി തരുന്നത്. ഓഹോ അപ്പൊ അത് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. സ്കൂൾ ദിവസങ്ങളിലൊക്കെ അവർ വരും പഠിക്കും. അത് ശരി. ഇത് അതിൽ പെട്ടതാണോ? വീഡിയോ കണ്ടല്ലോ. ലൈക്കും ഷെയറൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഏത് ഭാഗമാണ് കണ്ടു വെച്ചാൽ ആ ഭാഗം നിർത്തിയിട്ട് പിന്നീട് കണ്ടാൽ മതി. അപ്പോഴാണ് ഒരു വീഡിയോ തുടർച്ചയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മൊത്തം ഈ വീഡിയോ കാണുമ്പോൾ കേരളത്തിനെ കുറിച്ചിട്ടും പാലക്കാടിനെ കുറിച്ചിട്ടും വള്ളുവനാടിനെ കുറിച്ചിട്ടും ഒക്കെ ഒരു അറിവ് നിങ്ങൾക്ക് ഏകദേശം ലഭിക്കും. പ്രത്യേകിച്ച് പുതിയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ നിങ്ങളുടെ പ്രോത്സാഹനത്തിനെ ആശ്രയിച്ചിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.